ഈ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ മുന്നോട്ടുള്ള പോക്കിന് സാമ്പത്തികമായ സഹായത്തിന് ഏത് വഴിയാണ് കണ്ടെത്തിയിട്ടുള്ളത്? സാധാരണക്കാരായ ജനങ്ങളെ ഔദാര്യം, അവരിൽ നിന്നുള്ള സംഭാവനകൾ, അതാണ് ഞങ്ങളുടെ വരുമാന മാർഗം. അതിന് ഞങ്ങൾ എല്ലാ വീടുകളിലും പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്, എല്ലാ കടകളിലും പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർന്നവരും ഏറ്റവും താണവരുമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും സംഭാവനകളുണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, തുടർന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ നോട്ടീസിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരുണ്ട്, എല്ലാ സംഘടനയിൽപ്പെട്ടവരും ഞങ്ങൾ ശ്രദ്ധപ്പെട്ടതാണ്. പക്ഷേ എങ്കിലും പുറത്ത് കേൾക്കുന്ന ശ്രദ്ധയുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത് എന്നുള്ള ഒരു ശ്രുതി കേൾക്കുന്നത്. അതിലുള്ള സത്യമുണ്ട്? അതിൽ യാതൊരു സത്യമല്ല, അത് ശുദ്ധമേ കളവാണ്. കാരണം ഈ സംഘടനയുടെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങളതിൽ കാണിച്ച ആ നോട്ടീസിലെ പ്രാതിനിധ്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു IUML ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. IUMLന് എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്നുള്ളത് ഞാൻ പറയാൻ കഴിയില്ല. കാരണം ഒരു നാട്ടിലെ ഒരു പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിന് പോലും വിമുഖത കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ക്ഷണിച്ചിട്ടുണ്ട്, IUMLന്റെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടു, നിങ്ങളുടെ പ്രതിനിധിയെ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അതുപോലെ അതിൻ്റെ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു പ്രസിഡന്റ് ഉണ്ട് വട്ടത്തൂരിൽ നിന്ന്. അങ്ങനെ ആരെ മുട്ടിയാലും അവർക്ക് അതിൽ ഒരു ഞാനെന്ന് പറഞ്ഞാൽ രാമനാരായണ എന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ഞങ്ങളവിടെ അയാളുടെ കാരണം അത് വന്നപ്പോഴാണ് ഞങ്ങളവിടെ ബ്ലാങ്ക് ഇട്ടത്. ആ നോട്ടീസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു IUMLന്റെ മാത്രം ബ്ലാങ്ക് ഇട്ടിരിക്കുന്നു. കാരണം അവരവരോട് സഹകരിച്ചില്ല എന്നുള്ളതായിരുന്നു വളരെ വ്യക്തമാണ്. മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ ആയിട്ടുള്ള ചെറിയ പണക്കുണ്ട് ഇപ്പം ഈ പിരിഞ്ഞ് സ്വന്തമായിട്ട് സ്ഥാപിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് കാണാം, ഞങ്ങളുടെ ഇതിൽ ആദ്യം ആശംസ അർപ്പിക്കുന്ന മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ ചെയർമാനാണ് അബ്ദുൾ റസാഖ്. അതിൽ ആ ഞങ്ങളുടെ നോട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി മേലാറ്റൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ഒരു ജനറൽ ബോഡി ഇപ്പോൾ ഏപ്രിൽ 27-ന് അവിടെ വെച്ച് നടന്നു. അവരുടെ റിപ്പോർട്ട് അത് പരിശോധിച്ചാലും ഞങ്ങളും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാവും.